എടാ ചിപ്സും ഗ്രീക്ക് യോഗട്ടും. മഴയുള്ള തണുത്തൊരു മെയ് ദിവസം. ഇത്രയും തണുപ്പ് ഞാൻ മെയ് വിചാരിച്ചില്ല. കഴിഞ്ഞ ദിവസം ഇതിനെ റയാനയും പ്രോമിസ് ചെയ്ത പോലെ തന്നെ പ്ലേ ഗ്രൗണ്ടിൽ കൊണ്ടുപോകാന്ന് വിചാരിച്ചപ്പോൾ മഴ നമ്മളെ ചതിച്ചു. അതുകൊണ്ട് തന്നെ നേരെ അവന്മാരെയും കൊണ്ട് ഞങ്ങൾ പിണാർക്കിലെ പ്ലേ ഏരിയയിലോട്ടാണ് പോകുന്നത്. അവിടെ എത്തിയതും ഫസ്റ്റ് സ്റ്റോപ്പ് നമ്മുടെ മെക്ഡി ആയിരുന്നു. എത്ര ബാഗിനകത്ത് ഫ്രൂട്ട്സും സ്നാക്സും ഉണ്ടെന്ന് പറഞ്ഞാലും ഇവന്മാർക്ക് മെക്ഡി ഇട്ട ഒരു കളിയില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് മേടിച്ചു കൊടുക്കുന്നതുകൊണ്ട് തെറ്റുമില്ല. സോ അവിടെ നിന്ന് കുറച്ച് എനർജിക്ക് വേണ്ടി ഫുഡൊക്കെ മേടിച്ചു കൊടുത്ത് നമ്മൾ നേരെ പ്ലേ ഏരിയയുടെ അവിടെ എത്തി. സിൻസ് ഇറ്റ് വാസ് മൈ ഫസ്റ്റ് ടൈം ഹിയർ, ആദ്യം തന്നെ ഞാൻ എൻ്റെ കാൽക്കുലേഷൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. 1 day ടിക്കറ്റ് എടുക്കണോ ഇല്ല അവരുടെ മന്ത്ലി കാർഡ് മേടിക്കണോ എന്നൊക്കെ. ആൻഡ് ദെൻ ഐ റിയലൈസ് അവരുടെ പ്രീമിയം കാർഡ് എടുക്കുന്നതാണ് കുറച്ചും കൂടെ ലാഭം. കൂട്ടത്തിൽ അവരുടെ പ്രൊമോഷനും അഡ്വർടൈസ്മെന്റും കൂടെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്താൽ 30 സ്ലോട്ടി കുറവ്, അതായത് 50 സ്ലോട്ടി കൊടുത്ത് 1 ടൈം എൻട്രി എടുക്കുന്നതിനേക്കാളും 59 സ്ലോട്ടി കൊടുത്ത് ഞാൻ മന്ത്ലി പാസ് മേടിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിലും എൻ്റെ കാൽക്കുലേഷൻസ് എവിടെയും തെറ്റാറില്ല. അതിനകത്ത് കയറി ഷൂസ് ഒക്കെ ഊരി വെച്ചിട്ട് ഇതിലും പ്രായം നേരെ ഓട്ടവും ചാട്ടവും ഒക്കെ ആയി അവിടെ ഫുൾ എൻജോയ്മെന്റ് മോഡിലാണ്. അവരുടെ എൻജോയ്മെന്റ് ഒരു സൈഡിൽ നടക്കട്ടെ, വേറൊരു സൈഡിൽ കൂടെ ഞങ്ങളുടെ ഗോസിപ്പിംഗ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു അബൌട്ട് ദെയർ സ്കൂൾ, പിന്നെ നമ്മുടെ ഡെയിലി സ്റ്റാഫ്സ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറിയം എനിക്കൊരു ഡെഡ്ലി കോമ്പിനേഷൻ പരിചയപ്പെടുത്താറുണ്ട്. എടാ ചിപ്സും ഗ്രീക്ക് യോഗട്ടും. കുഡ് യു ബിലീവ്? നിങ്ങൾ ആരെങ്കിലും ഇത് ട്രൈ ചെയ്തിട്ടുണ്ടോ? ഞാൻ ആദ്യം ഇത് ജഡ്ജ് ചെയ്തെങ്കിലും ആ ഫസ്റ്റ് ബൈറ്റ് എടുത്തതിന് ശേഷം ഐ വാസ് ലൈക്ക് വൗ, ഇറ്റ്സ് ഓസം, ഒരു മസ്റ്റ് ട്രൈ ആണ്. ഇറങ്ങി പോകുന്ന വഴി കുറച്ച് ചിപ്സും ഗ്രീക്ക് യോഗട്ടും കൂടെ നമുക്ക് മേടിക്കാം. എന്തായാലും അവന്മാരുടെ അവിടുത്തെ എൻജോയ്മെന്റ് ആണ് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. സമയം പോയതേ അറിഞ്ഞില്ല. ഇനിയിപ്പോ ഇവന്മാരെ ഇവിടുന്ന് പുറത്തു കൊണ്ടുപോകുന്നതാണ് അടുത്ത ടാസ്ക്. ഓൾറെഡി 8:30 ആയി. ബൈ 9 ഈ ഒരു പ്ലേ ഏരിയ ക്ലോസ് ചെയ്യും. എങ്ങനെയെങ്കിലും ഒക്കെ അവന്മാരെ അവിടുന്ന് പറഞ്ഞ് വിളിച്ചെടുത്തോണ്ട് പോയതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇതിന്റെ ഫേസിലേക്ക് കാണുന്നത്. അവന്റെ ഫ്രണ്ട് പോയതിന്റെ വിഷമമാണ് അവന്. ഇതിനെ വീട്ടിൽ പോയി വിളിച്ചതിന്റെ പ്രയാസം. നല്ലൊരു ഈവനിങ് അടിച്ചു പൊളിച്ച് നമ്മളിതാ തിരിച്ച് വീടെത്തിയിരിക്കുകയാണ്. അപ്പൊ പുതിയൊരു വീഡിയോ വരുന്നവരെ ഒരു നല്ല ബൈ ബൈ പറ. ബൈ ബൈ.